നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ അടവിൻ്റെ എക്സ്പ്ലെയിൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ തട്ടടവിൻ്റെയും നാട്ടടവിൻ്റെയും എക്സ്പ്ലെയിൻഡ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ. കൂടാതെ അടവും ചൊല്ലുമായിട്ടുള്ളത് തത്തേതാഹ വരെയുള്ള അങ്ങനെ 7 സെറ്റ് അടവുകൾ ഇൻക്ലൂഡിങ് താളത്തിൻ്റെ തിയറി ആയിട്ടുള്ള പഞ്ചനട ഉൾപ്പെടെ നമ്മൾ 7 സെറ്റ് അടവുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ ഇന്ന് 3ാമത്തെ സെറ്റ് അടവായ പരവലടവ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാമേ. അപ്പോൾ ടോട്ടലായിട്ട് 4 അടവുകളാണ് പരവലടവിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഈ 4 അടവുകളും ആദ്യ താളത്തിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചൊല്ല് ഞാനൊന്ന് പറഞ്ഞു തരാം. താ, തെയ്, തെയ്, താം, ധി, തെയ്, തെയ്, താം, ത, തെയ്, തെയ്, താം, ധി, തെയ്, തെയ്, താം. ഇത് ഞാൻ ക്ലോസ് ആയിട്ടൊന്നും അല്ല പറഞ്ഞു തന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ക്ലിയർ ആവണം എന്നില്ല. നമ്മൾ കുറച്ച് സെറ്റ് അടവ് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം താളവും ചൊല്ലുമായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ സ്റ്റെപ്സ് പഠിക്കുക. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചൊല്ലും അടവുമായിട്ടുള്ള പരവലടവിൻ്റെ വീഡിയോയുടെ ലിങ്കും കൂടെ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നോക്കി നിങ്ങൾ അടവ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ള ചൊല്ല് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാമേ. ആദ്യം നമുക്ക് സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അരമണ്ഡലത്തിലിരിക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് സൈഡ് ആണല്ലോ നമ്മൾ ആദ്യം കളിക്കുന്നത്. ആദ്യം റൈറ്റ് കാല് ഒരു വട്ടം പൊക്കി ചവിട്ടണം. താ. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു വട്ടവും കൂടെ ചവിട്ടണം. തെയ്. ഇനി ആ ലെഫ്റ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കും. തെയ്. ഇനി ആ ഫ്രണ്ടിലത്തെ റൈറ്റ് കാല് ചവിട്ടും. താം. മനസ്സിലായോ? ഒന്നും കൂടെ. താ, തെയ്, തെയ്, താം. ഇനി ഇതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം. അപ്പോൾ എങ്ങനെയാ? ആദ്യം ലെഫ്റ്റ് കാല് ചേർത്ത് ചവിട്ടും. അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ട് ഒന്നും കൂടെ ലെഫ്റ്റ് കാല് ചവിട്ടും. ഇനി റൈറ്റ് ലെഗ് എടുത്ത് ബാക്കിൽ വെച്ചിട്ട് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് ലെഗ് പൊക്കി ചവിട്ടും. അപ്പോൾ ഇത് സ്റ്റെപ്പ് മാത്രമായിട്ടൊന്ന് കളിച്ചേ. ഥളങ്കു ധിക്കു തക്ക തക്കത്ത ധിങ്കിണ തോം താ, തെയ്, തെയ്, താം, ധി, തെയ്, തെയ്, താം. താ, തെയ്, തെയ്, താം, തക്ക തീം കിണ്ണ തോം. ഇതിലിപ്പം ഞങ്ങൾ സ്ഥലപരിമിതി മൂലം ജസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടാ വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് കാല് ഗ്യാപ്പ് ഇടണം എന്നല്ല, എങ്കിൽ പോലും കുറച്ചും കൂടെ കാല അകലത്തിൽ ചവിട്ടി ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ സിംഗിൾ ആയിട്ടൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് എടുത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് സ്പേസ് എടുത്ത് കളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് 1ാമത്തെ സ്റ്റെപ്പിൻ്റെ കൈ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ 2 കൈയിലും പതാക ഈ ഒരു ലെവലിൽ പിടിക്കും. ഈ ഒരു ലെവലിൽ പിടിക്കണേ. എന്നിട്ട് താ എന്ന് പറയുമ്പം നേരെ റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് നീട്ടും. താ. അപ്പം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കുനിയണ്ട, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇതേപോലെ പോയിട്ട് താ സ്ട്രെയിറ്റ് ആയിട്ട് നീട്ടും. തെയ്, തെയ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ബാക്കിലോട്ട് നമ്മൾ പകുതിക്ക് നമ്മളുടെ ശരീരം ഇതുപോലെ തിരിയണം. താമെന്ന് പറയുമ്പം നേരെ, അതായത് ഇങ്ങനെ ബാക്കിലോട്ട് പോയിട്ട് അവിടുന്ന് നേരെ കൈ ഇങ്ങനെ എടുക്കും. അപ്പോൾ കടകാമുഖം വിരലൊക്കെ നിവർത്തി പിടിക്കണേ. കൈ ഇവിടെ വരും. ഇനി അത് കഴിഞ്ഞിട്ട് അതുപോലെ ലെഫ്റ്റ് ധി, തെയ്, തെയ്, താം. പൊതുവേ കണ്ടുവരുന്ന ഒരു തെറ്റാണ് ഇങ്ങനെ താ, തെയ്, തെയ്, താം ഇങ്ങനെ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കരുത്. ഫസ്റ്റ് കൈ മാത്രം, അതായത് താ മാത്രം കറക്റ്റ് ഫ്രണ്ടിലോട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് നേരെ ഇങ്ങനെ എടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് 2 മാത്രം ഒന്ന് ചെയ്തേ. താ, തെയ്, തെയ്, താം. 3 സ്റ്റാർട്ട്. താ, തെയ്, തെയ്, താം, ധി, തെയ്, തെയ്, താം. ഇത് മനസ്സിലായല്ലോ? ഇനി വീണ്ടും നമ്മളിപ്പോൾ ലെഫ്റ്റ് കാലാണ് ചവിട്ടി നിൽക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ റൈറ്റ് കാല് തന്നെ എടുത്ത് സ്റ്റെപ്പ് ചെയ്യും. പക്ഷെ കൈ എന്ന് പറയുന്നത് നമ്മൾ ഈ ലാസ്റ്റ് കളിച്ച് നിർത്തിയ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് കൈയിൽ മാത്രം തൃപ്പതാക പിടിച്ചിട്ട് ആ കൈയിലോട്ട് നോക്കിയിട്ട് പതുക്കെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. താ, തെയ്, തെയ്, താം. ഇനി പതുക്കെ ഈ കൈ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഈ കൈയിലെ കടകാമുഖം മാറി തൃപ്പതാകയാകും. അപ്പോൾ ഈ കയ്യിൽ നോക്കും. ധി, തെയ്, തെയ്, താം. അപ്പോൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റൈറ്റ് കൈ എടുക്കും, ലെഫ്റ്റ് കൈ എടുക്കും. എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് എടുക്കുന്ന കൈ ആദ്യം ലെഫ്റ്റ് കൈ ആയിരിക്കും. റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പം ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും ഫ്രണ്ടിലോട്ട് എടുക്കുന്നത്. ഇത് മനസ്സിൽ വെക്കണേ. അപ്പോൾ ഇനി ലെഫ്റ്റ് കളിക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും? ആദ്യം നമ്മൾ ലെഫ്റ്റ് എടുക്കും,
പിന്നീട് റൈറ്റ് എടുക്കും, എന്നിട്ട് ആ റൈറ്റ് ഹാൻഡ് ആയിരിക്കും ഫ്രണ്ടിലോട്ട് ഫസ്റ്റ് എടുക്കുന്നത് ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ. അതായത് ഓപ്പോസിറ്റ് കൈ ആയിരിക്കും മുന്നോട്ട് ആദ്യം എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ചേർത്ത് ചെയ്ത് നോക്കാമേ. ലെഫ്റ്റ് സൈഡ് ta tei tei tam thi tei tei tam ta tei tei tam takka tathim kinna to. ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പും ഈ സെയിം താത്തേ തേതാം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞും കൂടി ഈ ഒരു സ്റ്റെപ്പ് കളിക്കും. അപ്പൊ ഇതിന്റെ കൈയും ഈ പറഞ്ഞതുപോലെ ഒരു കൈയേ ഉള്ളൂ. അത് നമ്മൾ മാറ്റിയും തിരിച്ചും റൈറ്റും ലെഫ്റ്റും മാറി മാറി ചെയ്യും. അപ്പൊ അതിന്റെ കൈ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കടകാമുഖം ഇതേപോലെ പിടിച്ചിട്ട് താ എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ്, ആദ്യം റൈറ്റ് സൈഡ് ആണല്ലോ ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് അളപത്മം മുകളിൽ പോകും. കൈ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആകാൻ പാടില്ല. കാരണം ആ ഒരു ഷാഡോ വീഴും. ഈ ചെവിക്ക് നേരെ ഈ ഒരു ലെവലിൽ പൊക്കണം. അപ്പൊ നമ്മളുടെ നോട്ടവും ആ കൈയിലേക്ക് പോകും. താ തേയ് തേയ് താം. നന്നായിട്ട് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം കൈ പൊങ്ങിപ്പോകാനും പാടില്ല, കൈ താഴ്ന്നു പോകാനും പാടില്ല. നമ്മൾ വളയും, അതായത് ശരീരം വളയണം. തല മാത്രം വളഞ്ഞാൽ പോരാ, ശരീരം നന്നായിട്ട് ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്യുന്ന സമയത്ത് കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇങ്ങോട്ട് വന്ന് അതേപോലെ തിരിച്ച് ധി തേയ് തേയ് താം. താം എന്ന് പറയുമ്പോഴേ കൈ തിരിച്ച് ഇവിടെ വരാവൂ. മനസ്സിലായോ? അതേപോലെ നമ്മൾ ലെഫ്റ്റും ചെയ്യും. താ തേയ് തേയ് താം ധി തേയ് തേയ് താം. ഇത്രയും മനസ്സിലായോ? ഇത് ഇത്രയൊന്ന് കളിച്ചേ ചേർത്ത്. തോം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ് തേയ് താം. ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇപ്പൊ നമ്മൾ ഏത് കൈയാണ് കളിച്ച് നിർത്തിയത്? നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് ആണ് നമ്മൾ കളിച്ച് നിർത്തിയത്. അപ്പൊ ഇനി വീണ്ടും നമുക്ക് എടുക്കാനുള്ളത് റൈറ്റ് ഹാൻഡ് ആണ്. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് നമുക്ക് ഓഡിയൻസിന്റെ സൈഡിലോട്ട് നീട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് റൈറ്റ് ഹാൻഡ് ഓഡിയൻസിന്റെ സൈഡിലോട്ട് വരത്തില്ല. അപ്പൊ നമ്മൾ എങ്ങോട്ട് തിരിയണം? നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഓപ്പോസിറ്റ് കൈ ആയിരിക്കും ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ സെക്കൻഡ് സ്റ്റെപ്പ് വരുമ്പം നമ്മൾ തിരിയേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞിട്ട് റൈറ്റ് കൈ ഫ്രണ്ടിലോട്ട് ഓഡിയൻസിന്റെ സൈഡിലോട്ട് വേണം കൈ എടുക്കാനായിട്ട്. എടുത്തേ. താ തേയ് തേയ് താം ധി തേയ് തേയ് താം. താം എന്ന് പറയുമ്പം നേരെ വരും. ഇനി തിരിച്ച് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് എടുക്കും ഫ്രണ്ടിലോട്ട്. താ തേയ് തേയ് താം ധി തേയ് തേയ് താം. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കൈ നമ്മൾ റൈറ്റ് ആദ്യം ലെഫ്റ്റ്, പിന്നെ വീണ്ടും റൈറ്റ്, വീണ്ടും ലെഫ്റ്റ്. നമ്മൾ തിരിയുന്നത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും തിരിയുന്നത്. ഇത്ര മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. അപ്പൊ ഇതൊന്ന് ചേർത്ത് നമുക്ക് രണ്ട് സൈഡും ചെയ്തു നോക്കാം. തോം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ്. ലെഫ്റ്റ് side ta tei tei tam thi tei tei tam ta tei tei tam thi tei tei tam ta tei tei tam thi tei tei tam ta tei tei tam takka tathim kinna to. അങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ സൈഡ് മാത്രം, അതുപോലെ ഈ ഫ്രണ്ടിലോട്ട് എടുക്കുന്ന കൈ മാത്രം ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും എന്ന് മാത്രം, ഓപ്പോസിറ്റ് കൈയും ഓപ്പോസിറ്റ് സൈഡും ആയിരിക്കും എന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ച് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് കളിക്കുന്ന സമയത്തും ഈ കാല് തമ്മിൽ വലിയ വ്യത്യാസമില്ല. നമ്മൾ ഇങ്ങനെ ചവിട്ടി എടുത്തതിന് പകരം ജസ്റ്റ് ഇങ്ങനെ കാല് ഇങ്ങനെ ആക്കി എടുക്കും. അത്രേ ഉള്ളൂ. അത് ഫസ്റ്റ് സ്പീഡിൽ ചെയ്യുമ്പോഴേ നമുക്ക് കാലിങ്ങനെ കറക്കി എടുക്കാൻ പറ്റൂ. സ്പീഡ് കൂടുന്ന സമയത്ത് താ തേയ് തേയ് താം ഇങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റൂ.
അപ്പോൾ ഇത് മാത്രം, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ താത്തേ തേ തമ്മിൽ സ്റ്റെപ്പിൽ. ബാക്കി വേറെ എല്ലാം സെയിം ആണ്. ഇനി കൈ വരുന്നത് നമ്മൾ ഡോളാഹസ്തം. നമ്മൾ ആദ്യം റൈറ്റ് സൈഡ് ആണല്ലോ, കൈ ഇത്രയും പൊങ്ങത്തില്ല കേട്ടോ. ഇങ്ങനെ കൈ ഒടിച്ചിടരുതേ, കൈ ഇതേപോലെ നീട്ടിയിടണം. ഒരുപാട് പൊങ്ങി പോകാനും പാടില്ല. റൈറ്റ് സൈഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഇതേപോലെ ഡോളാഹസ്തം ഇടും, റൈറ്റ് കൈ ഇതുപോലെ ഇവിടെ വരും. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വളഞ്ഞു വേണം ഇങ്ങനെ താ തേയ്, എന്നിട്ട് കൈ ചെറുതായിട്ട് ഇങ്ങനെ അകത്തോട്ട് തേയ് താം. അതിങ്ങനെ ഓവറാക്കി ചെയ്യാൻ പാടില്ല, ജസ്റ്റ് തേയ് താം അത്രയും മാത്രം. ഇനി തിരിച്ച് അതുപോലെ കൈ വന്നേ, ധി തേയ് തേയ് താം. ഇനി തിരിച്ച് ലെഫ്റ്റ് കൈ എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കണ്ണും ദേഹവും കൈയും ഒരേപോലെ പോകണം. താ തേയ് തേയ് താം. അങ്ങോട്ട് ബെൻഡ് ചെയ്തേ, ധി തേയ് തേയ് താം. ഇത്ര മനസ്സിലായോ? ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ എങ്ങനെയാ, ഫുള്ളായിട്ട് തിരിഞ്ഞാണ് ചെയ്തത്. പക്ഷെ തേർഡ് സ്റ്റെപ്പ് ചെയ്യുമ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിയത്തില്ല. പകരം നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പം റൈറ്റ് കോർണറിലോട്ട് കളിക്കും. അപ്പം നമ്മളുടെ ബോഡി ഫേസ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് കോർണർ ആയിരിക്കും. എങ്ങനെ വരും? താ തേയ് തേയ് താം ധി തേയ് തേയ് താം. ഇനി ലെഫ്റ്റ് കോർണറിലോട്ട് താ തേയ് തേയ് താം ധി തേയ് തേയ് താം. കൈ മനസ്സിലായോ? കാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. ആ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഒന്ന് എടുക്കും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കോർണറിലോട്ടായിരിക്കും കളിക്കുന്നത്. ചെയ്തു നോക്കിയാലോ നമുക്ക്. ഥളങ്കു തെക്കു തക്ക തക്ക തിങ്കിണ്ട തോം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ്. ലെഫ്റ്റ് സൈഡ് താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം തക്ക തത്തീം കിണ്ണ തോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ റൈറ്റ് സൈഡല്ലേ ആദ്യം ചെയ്യുന്നത്. നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പം നമ്മളുടെ ലെഫ്റ്റ് കോർണറിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ജമ്പ് ചെയ്യും. ഓവറായിട്ട് ബോഡി ഷേക്ക് ആകാത്ത രീതിക്ക് താ കോർണറിലോട്ടാണ്, ലെഫ്റ്റ് കോർണറിലോട്ട് ഇങ്ങനെ ഒന്ന് ചാടിയതിന് ശേഷം നമ്മളുടെ ബോഡി നേരെ വെച്ചിട്ട് തേയ് റൈറ്റ് കാല് പൊക്കി ചവിട്ടും. എന്നിട്ട് ഈ ലെഫ്റ്റ് കാല് ബാക്കിൽ വെച്ച് 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 നമ്മളിങ്ങനെ മൂവ് ചെയ്യും. തേയ് താം ധി തേയ് തേയ് താം. ഇനി തിരിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പം റൈറ്റ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യും. താ, എന്നിട്ട് നമ്മുടെ ബോഡി നേരെ വെച്ച് ലെഫ്റ്റ് കാല് പൊക്കി അരമണ്ഡലത്തിൽ ചവിട്ടും. തേയ് തേയ് താം ധി തേയ് തേയ് താം. യെസ്. അപ്പൊ ഇനി കൈ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടകാമുഖത്തിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് താ ഇങ്ങനെ കൈ ഒരുപാട് ഇങ്ങനെ താഴ്ന്നു പോകാൻ പാടില്ല. താ ജസ്റ്റ് ഒന്ന് തല, അതായത് നമ്മുടെ ആ ചൂടാമണി കാണുന്ന പരുവത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കണം. താ തേയ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആവത്തില്ലേ. അപ്പൊ നമ്മൾ ആ റൈറ്റ് കാല് പൊക്കി ചവിട്ടുന്ന സമയത്ത് നമ്മുടെ കൈ ഇതേപോലെ ഇങ്ങനെ വരും. തേയ്. ഇനി തേയ് താം ധി തേയ് തേയ് താം. കൈ ശ്രദ്ധിക്കണം, ഇങ്ങനെ പോകാൻ പാടില്ല. നന്നായിട്ട് ഇങ്ങനെ ഇവിടുന്ന് നേരെ എടുത്തതിന് ശേഷം സൈഡിലോട്ട് തന്നെ പോകണം. നമ്മളും അതേപോലെ ബോഡിയും വളയണം, കണ്ണും കൂടെ ആ ഒരു സ്റ്റൈലിൽ പോകണം. കൈ താഴേന്ന് വേണം ഇങ്ങനെ കൊണ്ടുവരാൻ. കൈ മടക്കി പിടിക്കുക, അങ്ങനൊന്നും ചെയ്യരുത്. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക്. ഥളങ്കു തെക്കു തക്ക തക്ക തിങ്കിണ്ട തോം താ തേയ് തേയ് താം ധി തേയ് തേയ് താം താ തേയ് തേയ് താം തക്ക തത്തീം കിണ്ണ തോ. ഇത് ഇത്രയുമാണ് നമ്മളുടെ പരവലടവിലെ 4 സ്റ്റെപ്പുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പരവലടവ് 4 സ്റ്റെപ്പുകളാണുള്ളത്. ഈ 4 എണ്ണവും വരുന്നത് ആദ്യ താളത്തിലാണ്. ചൊല്ലി ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മെയിൽ ID-യിലോ നമ്മുടെ പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ എന്ന ഇൻസ്റ്റാഗ്രാം ID-യിലേക്കോ ഫേസ്ബുക്ക് പേജിലോട്ടോ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.
ഇനി അടുത്തടുത്ത വീഡിയോസ് ഇതുപോലെ എക്സ്പ്ലെയിൻഡ് വീഡിയോ ആണെങ്കിലും ശരി, ചൊല്ലും അടവുമായിട്ട് വരുന്ന വീഡിയോ ആണെങ്കിലും ശരി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം ഞാൻ കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോയും ഡാൻസിൻ്റെ വീഡിയോസും ഒക്കെ ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു പഠിച്ചതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ചൊല്ലും അടവുമായിട്ടുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചൊല്ലിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് എത്താം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ബൈ.